ഹരേ കൃഷ്ണ. ശ്രീ രാധേ രാധേ. ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ്റെ ഭക്തർക്കായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും ഒരു സുപ്രധാന വാർത്ത എത്തിയിരിക്കുന്നു. ക്ഷേത്ര ദർശനം ഇനി ഡിജിറ്റൽ ആക്കാൻ ഫേസ് ആപ്പ് സംവിധാനം വരുന്നു. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഫേസ് ആപ്പ് അധിഷ്ഠിത ഡിജിറ്റൽ ദർശന സംവിധാനം ഏർപ്പെടുത്താൻ ഗുരുവായൂർ ദേവസ്വം തീരുമാനിച്ചിരിക്കുന്നു. ദർശന ടോക്കണുകൾ നൽകുന്നതിനായി മുഖം തിരിച്ചറിയൽ സാങ്കേതികവിദ്യ സ്വീകരിച്ചുകൊണ്ട് നീണ്ട കാത്തിരിപ്പ് സമയം ഒഴിവാക്കുക എന്നതാണ് പുതിയ ക്രമീകരണത്തിൻ്റെ ലക്ഷ്യം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OP അരുൺകുമാറിൻ്റെ നേതൃത്വത്തിൽ പോലീസ്, ഗുരുവായൂർ മുനിസിപ്പാലിറ്റി, ദേവസ്വത്തിൻ്റെ വിവിധ വകുപ്പുകൾ എന്നിവരുടെ പങ്കാളിത്തത്തോടെ ഒരു പ്രത്യേക ഏകോപന യോഗം അടുത്തിടെ നടന്നു. ആ നിർദ്ദിഷ്ട സംവിധാനത്തിൻ്റെ സാങ്കേതികവും പ്രവർത്തനപരവുമായ വശങ്ങൾ വിശദമായി ചർച്ച ചെയ്യുകയും ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളിൽ നിന്നും നിർദ്ദേശങ്ങൾ തേടുകയും ചെയ്തു. പുതിയ സംരംഭത്തിൻ്റെ ഭാഗമായി ക്ഷേത്രപ്രവേശന കവാടത്തിന് സമീപം വ്യത്യസ്ത സ്ഥലങ്ങളിലായി 12 കൗണ്ടറുകൾ സ്ഥാപിക്കും. ഭക്തർക്ക് തിരക്കില്ലാതെ ഈ കൗണ്ടറുകളിൽ നിന്നും ടോക്കൺ ലഭിക്കും. കൗണ്ടറിൽ മുഖം സ്കാൻ ചെയ്തുകൊണ്ട് 12 പുതിയ കൗണ്ടറുകൾ പുതിയ പദ്ധതിയുടെ ഭാഗമായി ക്ഷേത്ര കവാടത്തിന് സമീപം വിവിധ സ്ഥലങ്ങളിലായി 12 കൗണ്ടറുകൾ സ്ഥാപിക്കും. ഭക്തർക്ക് തിരക്കില്ലാതെ ഈ കൗണ്ടറുകളിൽ നിന്നും ടോക്കൺ ലഭിക്കും. കൗണ്ടറിൽ വെച്ച് ഭക്തരുടെ മുഖം സ്കാൻ ചെയ്യുന്നതിലൂടെ ഓരോ വ്യക്തിയെയും അതീതമായി തിരിച്ചറിയുന്ന ഒരു ഫോട്ടോ എംബെഡഡ് ടോക്കൺ കാർഡ് ലഭിക്കും. ടോക്കണിൽ അനുവദിച്ച ദർശന സമയം വ്യക്തമായിട്ട് സൂചിപ്പിക്കും. ഭക്തർക്ക് ഓരോ വ്യക്തിയെയും തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ ഫോട്ടോ പതിപ്പിച്ച ടോക്കൺ കാർഡ് ലഭിക്കും. അനുവദിച്ച ദർശന സമയം ടോക്കണിൽ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിരിക്കും. നിലവിലുള്ള ക്യൂ സംവിധാനം മൾട്ടിപ്പിൾ കമ്പാർട്ട്മെൻറ്റുകളിലായി പുനർക്രമീകരിക്കും. ആദ്യ കമ്പാർട്ട്മെൻറ്റിൽ 1 മുതൽ 200 വരെയും രണ്ടാമത്തേതിൽ 200 മുതൽ 400 വരെയും ടോക്കൺ നമ്പറുകൾ ഉൾപ്പെടുത്തും. ഓരോ കമ്പാർട്ട്മെൻറ്റിനും അനുയോജ്യമായ ടോക്കൺ നമ്പറുകൾ പ്രധാനമായും പ്രദർശിപ്പിക്കും. ഭക്തർക്ക് അവരുടെ ഊഴം അനുസരിച്ചാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. ഫേസ് ആപ്പ് അധിഷ്ഠിതമായ ഈ സംവിധാനം ഗുരുവായൂർ ദേവസ്വം ക്യൂ കോംപ്ലക്സ് പ്രവർത്തനക്ഷമമാകുന്നതുവരെ പ്രാബല്യത്തിൽ തുടരും. ഉത്സവ സീസൺ അവസാനിച്ച ഉടൻ തന്നെ പുതിയ സംവിധാനം നടപ്പിലാക്കാനാണ് ദേവസ്വം പദ്ധതിയിടുന്നത്. ഫേസ് ആപ്പ് സംവിധാനം നടപ്പിലാക്കാൻ താൽപ്പര്യമുള്ള കമ്പനികൾക്ക് പരസ്യം നൽകി ടെൻഡറുകൾ ക്ഷണിക്കാൻ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി തീരുമാനിച്ചു. അതേസമയം വരാനിരിക്കുന്ന ക്യൂ കോംപ്ലക്സ് ആധുനിക സൗകര്യങ്ങളോടും നൂതന ആശയങ്ങളോടും കൂടി വികസിപ്പിക്കുമെന്ന് ദേവസ്വം ഉദ്യോഗസ്ഥർ പറഞ്ഞു. തെക്കേ കവാടത്തിൽ നിന്ന് ആരംഭിച്ച് ക്യൂ കോംപ്ലക്സിൻ്റെ ഉൾവശം ഭക്തരെ ആകർഷിക്കുന്നതിനും പ്രചോദിപ്പിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കും. ഗുരുവായൂർ ക്ഷേത്ര ദൃശ്യങ്ങൾ, ഭഗവാൻ കൃഷ്ണൻ്റെ ജീവിതത്തിലെ കഥകൾ, ഐതിഹ്യങ്ങൾ, കൃഷ്ണനാട്ടം, വിവരണങ്ങൾ, ക്ഷേത്ര ആചാരങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്ന ഡിജിറ്റൽ ഡിസ്പ്ലേകൾ സമുച്ചയത്തിലുടനീളം സ്ഥാപിക്കും. ക്യൂ കൂടാതെ കോംപ്ലക്സിനുള്ളിൽ ഭക്തർക്ക് ചായ, കുടിവെള്ളം, ലഘുഭക്ഷണം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ നൽകുന്നതാണ്. ഹരേ കൃഷ്ണ. ശ്രീ രാധേ രാധേ.